നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈശോ നമ്മോട് എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് വചനമെടുത്ത് നോക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. തിരിച്ചുവരവ്. ഹെരോദസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. ഈശോ നമ്മോട് വചനത്തിൽ സംസാരിക്കുന്നത് പോലെ നമ്മുടെ നിയോഗങ്ങൾക്ക് ഈശോ ഉത്തരം നൽകിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. വചനത്തിലൂടെ എന്താണ് നമ്മോട് പറയുന്നത്? അതാണ് ഈശോയുടെ വാക്കാണ്, നമ്മളുടെ യാചനകൾക്കുള്ള മറുപടിയാണ്. ഈശോയെ, ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങയ്ക്കെതിരായ വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നതാ. ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കുവാനോ തിരുത്തുവാനോ സാധിക്കാത്ത പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഈശോയെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പിന്തിരിഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, മറ്റുള്ളവർക്ക് മാതൃകരമായ ഒരു ജീവിതം നയിക്കുവാൻ ക്രൂശിതനായ എൻ്റെ ഈശോ എനിക്ക് വേണ്ടി സഹിച്ചതിന് പ്രായശ്ചിത്തമായി എൻ്റെ എല്ലാ തിന്മയെയും പാപത്തെയും പാപസാഹചര്യവും ഉപേക്ഷിച്ച് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ നാഥ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നാഥ. അനുദിനം ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു നാഥ. പശ്ചാത്തപിച്ച് തിരിച്ചു വരുവാനുള്ള മുന്നറിയിപ്പാണല്ലോ കർത്താവെ ഞങ്ങൾക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങൾ വേദനിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്കും ഒരുങ്ങുവാനുള്ള സമയമാണല്ലോ. ആമേൻ.